തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. സ്നേഹമുള്ളവരെ, സ്വാമി അഭിഷിക്താനന്ദ നമ്മുടെ നാട്ടിലെ സന്യാസത്തെക്കുറിച്ച് വലിയ പാഠങ്ങൾ നമുക്ക് നൽകുന്ന ഒരു സന്യാസിയാണ്. അദ്ദേഹത്തിൻ്റെ ഫർദർ ഷോർ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. അതിനകത്ത് നിശബ്ദതയെക്കുറിച്ചും ധ്യാനത്തെക്കുറിച്ചും ശാന്തമായ ജീവിതത്തെക്കുറിച്ചൊക്കെ ഒരുപാട് പാഠങ്ങൾ അദ്ദേഹം പറഞ്ഞു തരുന്നുണ്ട്. മറുകരയെ ലക്ഷ്യമാക്കി ജീവിക്കുന്ന ഒരു ജീവിതം അത് ഈ ഭൂമിയിലെ കോലാഹലങ്ങൾക്കൊന്നും വിധേയപ്പെട്ടു പോകേണ്ടതല്ല. നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ശാന്തതയും സന്തോഷവും സമാധാനം അനുഭവിക്കാനുണ്ട് എന്ന് അദ്ദേഹം ഊന്നി പറയുക പുസ്തകത്തിനകത്ത്. നമ്മൾ സങ്കീർത്തകൻ്റെ വാക്കുകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അദ്ദേഹം പറയും, ശാന്തമാവുക ദൈവമാണെന്നറിയുക. ശാന്തമാവുക ദൈവമാണെന്നറിയുക. ശാന്തതയും നിശബ്ദതയും ഒന്നുമില്ലാത്ത ലോകത്തിലല്ലേ നമ്മളൊക്കെ ജീവിക്കുക? എവിടെ ചെന്നാലും ശബ്ദമാണ്. തെരുവുകളിലേക്ക് ഇറങ്ങി അവിടെയെല്ലാം കോലാഹലങ്ങളാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും ശബ്ദമുഖരിതമായ അന്തരീക്ഷങ്ങളെ നമ്മൾ കണ്ടെത്തുക. അത് നമ്മുടെ മനസ്സിനെ വല്ലാതെ അലോരസപ്പെടുത്തുന്നുണ്ട്. അതേസമയം ശാന്തതയും സന്തോഷവും അനുഭവിക്കുക എന്നുള്ളത് നമ്മുടെ മനസ്സിൻ്റെ ആത്മാവിനൊരു ആഗ്രഹമാണ്. ഈ ശാന്തതയിലേക്ക് പലപ്പോഴും കടന്നു പോകാതെ പ്രക്ഷുബ്ധമായ മനസ്സോടുകൂടി കലങ്ങിയ ചിന്തകളോടുകൂടിയൊക്കെ കഴിഞ്ഞുകൂടുന്നവരാണ് നമ്മളിൽ പലരും. ഈ ശാന്തതയും സമാധാനമൊക്കെ അനുഭവിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിലേക്ക് തിരിഞ്ഞേ മതിയാവും. ഏലിയാ പ്രവാചകന്റെ കഥ നമുക്കറിയാം. അദ്ദേഹം കൊടുങ്കാറ്റിലോ ഭൂകമ്പത്തിലോ ഒന്നും ദൈവത്തിൻ്റെ ശബ്ദം കേട്ടില്ല. ശാന്തമായ മന്ദമാരുതനിലാണ് അദ്ദേഹം ദൈവശബ്ദം ശ്രവിച്ചത്. പലപ്പോഴും നമ്മുടെയൊക്കെ സംസാരങ്ങളും പ്രവൃത്തികളും പ്രതികരണങ്ങളുമൊക്കെ നമ്മുടെ മാത്രമല്ല മറ്റുള്ളവരുടെ കൂടി ശാന്തത നശിപ്പിക്കാൻ കാരണമാകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സത്യമാണ്. നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന ഓരോ സംഭവങ്ങളും നമ്മുടെ മനസ്സിനെ ഭയത്തിലേക്കും അശാന്തിയിലേക്കും നയിക്കുന്നില്ലേ? നമ്മൾ പോലും നമ്മുടെ ചില പ്രതികരണങ്ങളിൽ മറ്റുള്ളവരോട് നമ്മൾ ഇടപഴകുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ആക്രോശങ്ങളിൽ നമ്മുടെ സംസാരങ്ങളിലൊക്കെ സൂക്ഷിക്കേണ്ട നന്മ സൂക്ഷിക്കാതെ വരുമ്പോൾ നമ്മുടേത് മാത്രമല്ല മറ്റുള്ളവരുടെയും ശാന്തത നമ്മൾ നശിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് നമുക്കൊരു പാഠമായിരിക്കട്ടെ. മറ്റുള്ളവർക്ക് മാനസികമായ വൈകാരികമായ ഒരു തരത്തിലുള്ള വിഷമമോ സങ്കടമോ ഉണ്ടാകാൻ നമ്മൾ മുഖാന്തരം അങ്ങനെ സംഭവിക്കുകയില്ല എന്ന് നമുക്ക് ഒന്ന് ഓർത്തിരിക്കാം. ശാന്തമായി ജീവിക്കുക എന്ന് പറയുന്നതാണ് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം. സ്വച്ഛമായ സുന്ദരമായ ജീവിതമെന്ന് പറയുന്നത് മനസ്സിൻ്റെ ഉള്ളിൽ ഈ ശാന്തി അനുഭവിക്കുന്ന ജീവിതമാണ്. അത് നമ്മുടെ കടമകളൊക്കെ നന്നായിട്ട് ചെയ്യുന്നതിലും നമുക്ക് പറ്റുന്ന ശുശ്രൂഷകളും നന്മകളും മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്നതിലും സമൂഹത്തിലെ തിന്മകൾക്കെതിരായിട്ട് ഒരു പക്ഷേ പടപൊരുന്നതിലുമൊക്കെ ഉണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാം. കർത്താവ് നമ്മളിന്ന് ആഗ്രഹിക്കുന്നു അതൊക്കെ തന്നെയാണ്. ശാന്തിയുടെ ദൂതരായി മാറുക. എന്നെ സമാധാനത്തിൻ്റെ ദൂതനാക്കണമേ എന്ന വിശുദ്ധ ഫ്രാൻസിസിൻ്റെ പ്രാർത്ഥന നമുക്കറിഞ്ഞുകൂടെ? എന്നും നമ്മുടെ ഭവനത്തിലും
നമ്മുടെ ചുറ്റുപാടുകളിലുമൊക്കെ ഈ ശാന്തിയുടെ, സമാധാനത്തിൻ്റെ, ശാന്തതയുടെ ഒക്കെ ദൂതന്മാരായി ജീവിക്കാൻ നമുക്കൊരു വിളിയുണ്ട്. അത് നമ്മൾ പൂർത്തിയാക്കേണ്ട ഒന്നാണ് നമ്മൾ തിരിച്ചറിയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ മുഖാന്തരം ആരുടെയെങ്കിലും മനഃശാന്തി നശിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹൃദയത്തിൽ ദൈവത്തോട് മാപ്പ് പറയാം. ശാന്തിയും സമാധാനവും നൽകുന്നതിൽ നമ്മുടെ ജീവിതം വിജയിക്കട്ടെ. നിങ്ങളും ഞാനുമൊക്കെ ഈ ശാന്തിയുടെ ദൂതന്മാരായി മാറുകയും ചെയ്യട്ടെ. നുറുങ്ങുവെട്ടം